വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതേ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് പോയി കാണുക കേട്ടോ. 5th ഓൾ സബ്ജക്റ്റ് എന്ന പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നോക്കൂ. ആക്ടിവിറ്റി 1, കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോളംസ് ഉണ്ട് അല്ലേ. ഒരു കോളത്തിൽ എന്താണെന്ന് എഴുതിയില്ല, പക്ഷേ അതിൻ്റെ കുറച്ച് ഇത് ഫങ്ഷൻസ് എഴുതി തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ടെലിവിഷൻ സർവീസസ്. എന്താണ് ടെലിവിഷൻ സർവീസ്? ടെലിവിഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഹെൽപ്പ് ടു യൂസ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പ്രൊവൈഡ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തു. രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന IRS ആണ്. അപ്പോൾ ഇവിടെ IRS ആണെങ്കിൽ ഇതിന് വേണ്ടി ഈ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഇതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്തത് എന്തായിരിക്കും? നമ്മളെ ഇൻസാറ്റ് ആണ്. അപ്പോൾ നിങ്ങളവിടെ എന്താ എഴുതേണ്ടത്? ഇൻസാറ്റ് എന്നാണ് എഴുതേണ്ടത്. അതിപ്പോൾ ഇതുപോലെ IRSൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതണം. എന്തൊക്കെയാണ്? നമുക്ക് എന്താണ്? ടു സ്റ്റഡി IRSൻ്റെ യൂസസ് ടു സ്റ്റഡി ഓൺ ലാൻഡ് റിസോഴ്സസ് അല്ലേ. ലാൻഡ് റിസോഴ്സസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെയോ ടു സ്റ്റഡി ക്ലൈമറ്റിക് ചേഞ്ച്. നമുക്ക് ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാവുന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം അല്ലേ. ക്ലൈമറ്റിക് ചേഞ്ചസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ടു സ്റ്റഡി ക്ലൈമറ്റിക് ചേഞ്ച്. പിന്നെയോ അടുത്ത യൂസ് എന്താണ്? ഫിഷിംഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. അപ്പോൾ ഇൻസാറ്റിനും കൊണ്ടുണ്ടായിരുന്ന യൂസസ് എന്താണ്? പ്രൊവൈഡ് ടെലിവിഷൻ സർവീസസ്, ഹെൽപ്സ് ടു യൂസ് മൊബൈൽ ഫോൺ, പ്രൊവൈഡ് ഇൻ്റർനെറ്റ് സർവീസസ്. ഇതാണ് ഇൻസാറ്റിൻ്റെ വരുന്നത്. IRSൻ്റെ എന്താണ്? ടു സ്റ്റഡി ഓൺ ലാൻഡ് റിസോഴ്സസ്. രണ്ടാമത്തെയോ ടു സ്റ്റഡി ക്ലൈമറ്റിക് ചേഞ്ച്. മൂന്നാമത്തെയോ ഹെൽപ്സ് ഫിഷിങ്സ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്തത്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് പവർ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ്. എന്താണ് ഫീൽഡ് ഓഫ് സ്പേസിൽ എന്താണ്? ഇന്ത്യ വലിയ ഗ്രേറ്റ് പവർ ഉണ്ട് ഇന്ത്യക്ക് അല്ലേ. റൈറ്റ്. ഇനി 3 points ടു സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കുന്ന ഒരു 3 points എഴുതാനാണ്. അപ്പോൾ ഇന്ത്യ ലോഞ്ച് ചെയ്ത അല്ലേ, സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്ത 2 ഇതാണ് എന്ത്? ചന്ദ്രയാനും പിന്നെ മംഗൾയാനും. ചന്ദ്രയാൻ ആൻഡ് മംഗൾയാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്ലോർ എന്താണ്? ദ മൂൺ ആൻഡ് മാസ്. മൂണിനെയും മാസിനെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തതാണ് എന്ത്? ചന്ദ്രയാനും മംഗൾയാനും. മറ്റൊന്ന് എന്താണ്? ഇന്ത്യക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ച എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും ലോഞ്ചിങ് വെഹിക്കിൾസും ഉണ്ട് അല്ലേ. ഇന്ത്യ ബിൽഡ്സ് ഇറ്റ്സ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആൻഡ് ലോഞ്ചിങ് വെഹിക്കിൾസ്. ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ലോഞ്ചിങ് വെഹിക്കിൾസും ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള എന്താണ്? ഇന്ത്യ ഹാസ് ഓൺ സാറ്റലൈറ്റ് നേവിഗേഷൻ സിസ്റ്റം. സ്വന്തമായിട്ടുള്ള സാറ്റലൈറ്റ് നേവിഗേഷൻ സിസ്റ്റം ഉണ്ട് അല്ലേ. ഇന്ത്യ ഹാസ് എന്താണ്? ഓൺ സാറ്റലൈറ്റ് നേവിഗേഷൻ സിസ്റ്റം. പിന്നെയോ മക്കളെ? പിന്നെ ഇന്ത്യ അതുപോലെ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്ത മറ്റൊന്നാണ് എന്തെന്ന് പറയുന്നത്? ആദിത്യ L1 അല്ലേ. ആദിത്യ L1 ഇന്ത്യ ഫസ്റ്റ് സോളാർ മിഷൻ ആയിരുന്നു. സക്സസ്ഫുള്ളി ലോഞ്ച് ഓൺ 2 September 2023. ഇന്ത്യസ് ഫസ്റ്റ് സോളാർ മിഷനാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. പിന്നെ ഈ അടുത്ത് നമ്മൾ എന്താണ് പറയുന്നത്? ഗഗൻയാൻ അല്ലേ. ഗഗൻയാൻ എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് മാൻഡ് ഫ്ലൈറ്റ് ടു ദ സ്പേസ് മിഷൻ ഇൻ പ്രോഗ്രസ്. ഗഗൻയാൻ.
അപ്പോൾ എന്തൊക്കെയാണ്? ചന്ദ്രയാൻ ആൻഡ് മംഗൾയാൻ ഉണ്ട്. പിന്നെ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ലോഞ്ചിങ് വെഹിക്കിൾസും ഉണ്ട്. പിന്നെ സാറ്റലൈറ്റ് നേവിഗേഷൻ സിസ്റ്റം ഉണ്ട്. ആദിത്യ L1 ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ എന്താണ്? ഗഗൻയാൻ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. മക്കളെ ആക്ടിവിറ്റി 2 നോക്കൂ. സ്റ്റഡി ദ ഇലസ്ട്രേഷൻ ഗിവൺ ബിലോ. താഴെ ഒരു ഇലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ISROയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നോക്കൂ, ISROയിൽ മാർസ് എക്സ്പ്ലോറേഷൻ മിഷൻ, മാർസ് എക്സ്പ്ലോറേഷൻ മിഷന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ മംഗൾയാൻ. ഏതാണ്? മംഗൾയാൻ ലോഞ്ച് ചെയ്തത് മംഗൾയാൻ ആയിരുന്നു അല്ലേ. പിന്നെ രണ്ടാമത് നോക്കൂ, ആര്യഭട്ട എന്തിനു വേണ്ടിയിട്ടാണ്? ആര്യഭട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ്? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് അല്ലേ. ആര്യഭട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ മാർസ് എക്സ്പ്ലോറേഷൻ മിഷന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തതാണ് മംഗൾയാനാണ്. ആര്യഭട്ട ഇന്ത്യയുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. മൂന്നാമത്തെ എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് സോളാർ മിഷൻ. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞോളൂ, ഇന്ത്യയുടെ ഫസ്റ്റ് സോളാർ മിഷൻ ഏതായിരുന്നു? ആദിത്യ L1. ആദിത്യ L1. ക്ലിയർ ആയോ മക്കളെ? ഇനി നാലാമത്തെ ചന്ദ്രയാൻ 1 എന്തിനാ? ഇന്ത്യൻ ഫസ്റ്റ് മിഷൻ ടു ദ മൂൺ അല്ലേ. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ഇന്ത്യസ് ഫസ്റ്റ് മിഷൻ ടു ദ മൂണിലേക്കുള്ള ഫസ്റ്റ് മിഷനായിരുന്നു അല്ലേ ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? എഡ്യൂസാറ്റ് എന്ന് പറയുന്നത്. പിന്നെയോ ഇത്രയാണുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്? ISRO മാർസ് എക്സ്പ്ലോറേഷൻ മിഷൻ മംഗൾയാൻ, ആര്യഭട്ട ഇന്ത്യയുടെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, മൂന്നാമത്തെ ഇന്ത്യസ് ഫസ്റ്റ് സോളാർ മിഷൻ ആദിത്യ L1, ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് മിഷൻ ടു ദ മൂൺ, എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് എഡ്യൂസാറ്റ്. ഇത്രയാണ് ഉള്ളത്. ബി, ഹു എസ്റ്റാബ്ലിഷ്ഡ് തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ. ആരാണ് തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആരാണ്? വിക്രം സാരാഭായ്. ആരാണ്? വിക്രം സാരാഭായ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. നോക്കൂ, റീഅറേഞ്ച് ദ ഫോളോയിങ് ടേബിൾ കറക്റ്റ്ലി. എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത്? റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? മോഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സലിൻ്റെ ഒരു മോഡും തന്നിട്ടുണ്ട്, അഡാപ്റ്റേഷനും തന്നിട്ടുണ്ട്. അവരുടെ അഡാപ്റ്റേഷൻസും എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. ത്രൂ വിൻഡ് വഴിയുള്ള സീഡ് ഡിസ്പേഴ്സൽ, അതിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ്? അഡാപ്റ്റേഷൻ എന്താണ്? ലൈറ്റ് സീഡ്സ് അല്ലേ. അതായത് കനം കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞ സീഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വിൻഡ് വഴി സീഡ് ഡിസ്പേഴ്സൽ നടത്താൻ പറ്റുള്ളൂ അല്ലേ. ഇനി ത്രൂ ആനിമൽസ് വഴി ഉള്ളത് എന്താണ്? ഫ്ലഷി പാർട്ടായിരിക്കും അല്ലേ. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ അഡാപ്റ്റേഷൻ ത്രൂ ആനിമൽസ് വഴിയുള്ള ഫ്ലഷി പാർട്ടാണ്. ത്രൂ വാട്ടർ വഴിയാണെങ്കിലോ, ത്രൂ വാട്ടർ വഴി ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്നതാണ്. നമ്മൾ മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിരുന്നു, തേങ്ങ എന്താണ് ചാടിയിട്ട് വെള്ളത്തിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഒഴുകിപ്പോയിട്ട് വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നു അല്ലേ. അപ്പോൾ വെള്ളത്തിൽ അതിന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിന് നല്ല കട്ടിയുള്ള പുറത്തുള്ള ഇത് ചകിരിയും ഒക്കെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ചീയില്ല, വെള്ളത്തിൽ കുറച്ച് ദിവസം കിടന്നു എഴുതിയത് ചീഞ്ഞൊന്നും പോകില്ല അല്ലേ. അപ്പോൾ ത്രൂ വാട്ടർ വഴി എന്താണ്? ഫ്ലോട്ട് ഓൺ വാട്ടർ. ത്രൂ ആനിമൽസ് ആണെങ്കിൽ ഫ്ലഷി പാർട്ട്, ത്രൂ വിൻഡ് ആണെങ്കിൽ ലൈറ്റ് സീഡ്സ് അല്ലേ. ചെറിയ കട്ടി കുറഞ്ഞ സീഡ്സിനെയാണ് വിൻഡ് വഴി സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സലിൻ്റെ 2 അഡ്വാൻറ്റേജസ് എഴുതുക. എന്തായിരിക്കും 2 അഡ്വാൻറ്റേജസ്? നമുക്ക് പല പ്ലേസിൽ ഇതിനെ എന്ത് ചെയ്യാം? ഉണ്ടാവും അല്ലേ. This enables a plant to reach and grow in different places. അല്ലേ. This enables a plant to reach and grow in different places. പല ഭാഗത്ത് അത് എത്തുകയും അവിടെയൊക്കെ എന്തുണ്ടാവും? ഇത് വളരുകയും ചെയ്യും. പിന്നെ എന്താണ്? പിന്നെ
നമുക്ക് സീഡ്സ് ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സീഡ്സ് മസ്റ്റ് ബി ക്യാരിഡ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസ്. ഓക്കെ. ആക്ടിവിറ്റി 4. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ജെർമിനേറ്റിംഗ് സീഡ്. താഴെ കാണിച്ചിരിക്കുന്നത് ജെർമിനേറ്റിംഗ് സീഡിൻ്റെ പിക്ചറാണ്. വിച്ച് ഈസ് ദ പാർട്ട് ദറ്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ്. സീഡിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന പാർട്സ് ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആദ്യം പുറത്തു വരുന്നത്? റാഡിക്കിൾ. ആരാണ്? റാഡിക്കിൾ. വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഇറ്റ് വുഡ് ബിക്കം. ഈ റാഡിക്കിൾ പിന്നെ എന്തായി മാറും? റൂട്ടായിട്ട് മാറും. സി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദ ജെർമിനേഷൻ ഓഫ് സീഡ് ഒക്കർ. എങ്ങനെയാണ് സീഡിൽ ജെർമിനേഷൻ ഒക്കർ ചെയ്യുന്നത്? ഹൗ ഡസ് ജെർമിനേഷൻ ഓഫ് സീഡ് ഒക്കർ. എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ജെർമിനേഷൻ ഓഫ് സീഡ് എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ്? സി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ഇവിടെ എഴുതാം. എന്താണ്? വാട്ടർ എൻ്റർ ദ സീഡ് ത്രൂ മൈന്യൂട്ട് പോർസ്. ത്രൂ മൈന്യൂട്ട് പോർസ്. Water enter the seed through minute pores. Minute pores in the seed. Minute pores in the seed. Seedinde minute pores വഴി എന്ത് ചെയ്യും? വാട്ടർ എൻ്റർ ചെയ്യും. വാട്ടർ എൻ്റർ ദ സീഡ് ത്രൂ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. എന്നിട്ടോ ദ സീഡ് സോക്ഡ്. സീഡ് എന്ത് ചെയ്യും? സോക്സ് ആവും അല്ലേ? സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്ക്. എന്നിട്ട് പുറമേയുള്ള കോട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും, പൊട്ടിപ്പോവും. ഔട്ടർ കോട്ട് ബ്രേക്ക്. ഔട്ടർ കോട്ട് ബ്രേക്സ്. അന്നേരം ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പയർ. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പയർ. സോ എന്താണ്? ദ റാഡിക്കിൾ ആൻഡ് പ്ലേമ്യൂൾസ് ആർ കംസ് ഔട്ട്. അപ്പോൾ എങ്ങനെ? ഹൗ ഡസ് ദ ജെർമിനേഷൻ ഓഫ് സീഡ് ഒക്കർ. എങ്ങനെയാണ് സീഡിൻ്റെ ജെർമിനേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? വാട്ടർ എൻ്റർ ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. സീഡിൻ്റെ മൈന്യൂട്ട് പോർസ് വഴി വാട്ടർ എൻ്റർ ചെയ്യും. ദ സീഡ് സോക്സ്. സീഡ് എന്തായാലും സോക്കാവും. ആൻഡ് ഔട്ടർ കോട്ട് ബ്രേക്ക്. ഔട്ടർ കോർ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പയർ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. Write an example for a plant where plantlets are formed from root. പ്ലാന്റ്ലെറ്റ്സ് ഫ്രം ദ റൂട്ടിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്ലാന്റ്ലെറ്റ്സിൻ്റെ ഒരു പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. പ്ലാന്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഫ്രം റൂട്ടിൽ നിന്ന് ഫോം ചെയ്യുന്നു. ഫോംഡ് ഫ്രം ദ റൂട്ട്. പ്ലാന്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഫ്രം ദ റൂട്ട്. ഏതാണ്? ഒരെണ്ണം പറയൂ. നമുക്ക് ബ്രെഡ് ഫ്രൂട്ട് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ബ്രെഡ് ഫ്രൂട്ട് ട്രീ എന്താണ്? പ്ലാന്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഫ്രം ദ റൂട്ടാണ്. ക്ലിയർ ആണല്ലോ? ആക്ടിവിറ്റി നോക്കൂ. 5 നോക്കൂ. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് കോൺസ്റ്റലേഷൻസ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. താഴെ കാണിച്ചിരിക്കുന്നതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ ഒറിയോൺ ആണ്. എന്താണ്? ഒറിയോൺ. രണ്ടാമത്തെ ഏതാണ്? ബിഗ് ഡിപ്പർ. ഏതാണ്? ബിഗ് ഡിപ്പർ. മൂന്നാമത്തെ ഏതാണ്? സ്കോർപിയസ്. അപ്പോൾ ഇതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. ആദ്യത്തെ ഏതാണ്? ഒറിയോൺ. രണ്ടാമത്തെ ബിഗ് ഡിപ്പർ. മൂന്നാമത്തെ സ്കോർപിയസ്. ക്ലിയർ ആണല്ലോ? ബി. ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്ഫുൾ ഫോർ സ്റ്റാർ വാച്ച്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റാർ വാച്ചിന് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് എ സ്റ്റാർ മാപ്പ്. അത് കറക്റ്റാണ് അല്ലേ? റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ സ്റ്റാർ മാപ്പ് യൂസ് ചെയ്യുക അല്ലേ? രണ്ടാമത്തെ ചൂസ് ബ്രൈറ്റ് മൂൺലൈറ്റ് നൈറ്റ് ഫോർ സ്റ്റാർ വാച്ചിങ്. ആണോ? ബ്രൈറ്റ് മൂൺലൈറ്റ് നൈറ്റ് ഫോർ സ്റ്റാർ വാച്ച് അതാണ് ചൂസ് ചെയ്യേണ്ടതല്ല. ബ്രൈറ്റ് മൂൺലൈറ്റ് നൈറ്റ് അല്ല എന്ത് സ്റ്റാർ വാച്ചിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. അത് തെറ്റാണ്. പിന്നെ ഇലക്ട്രിക് ലൈറ്റ് ഇൻ ദ സറൗണ്ടിങ്സ് ഹെൽപ്പ് നൈറ്റ് സ്കൈ വാച്ചിങ്. ഇലക്ട്രിക് ലൈറ്റ് നൈറ്റ് സ്കൈ വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല, അതും തെറ്റാണ്. നാലാമത്തെ ചൂസ് എ ഡാർക്ക് ഓപ്പൺ സ്പേസ് വെയർ ഹൊറിസോൺ ഈസ് ദ വിസിബിൾ ഫോർ ഒബ്സർവേഷൻ. അത് കറക്റ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? യൂസ് എ സ്റ്റാർ മാപ്പും പിന്നെ എന്താണ്? ചൂസ് എ ഡാർക്ക് ഓപ്പൺ സ്പേസ് വെയർ ഹൊറിസോൺ ഈസ് വിസിബിൾ ഫോർ ഒബ്സർവേഷൻ. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചർ. പിക്ചറൈസ് ഇറ്റ് കറക്റ്റ്ലി ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക്. താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടോ?
മിസ്റ്റേക്ക് ഉണ്ടല്ലേ, ഈ പിക്ചർ ശരിയല്ല. ഇതിൻ്റെയും മെയിൻ്റെനൻസ് ലെവൽ എവിടം വരെ വരാമുള്ളൂ, ഇവിടം വരെ വെള്ളം വരാമുള്ളൂ, ഇത്രയാണ് വെള്ളത്തിൻ്റെ ലെവൽ ഉണ്ടാവാമുള്ളൂ. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് മാറ്റി നിങ്ങൾ വരയ്ക്കുക. ബി ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് മെൻഷൻഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്. ഇതിൽ എന്താണ് ഈ എക്സ്പെരിമെൻറ്റിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? വാട്ടർ മെയിൻ്റെനൻസ് ലെവൽ. ഏതാണ്? വാട്ടർ മെയിൻ്റെനൻസ് ലെവൽ. വാട്ടർ മെയിൻ്റെനൻസ് ലെവൽ. ഇനി ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർട്ടി ഓഫ് പ്യുവർ വാട്ടർ ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ പ്യുവർ വാട്ടറിൻ്റെ പ്രോപ്പർട്ടി, ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർട്ടി ഓഫ് പ്യുവർ വാട്ടർ, ശുദ്ധജലത്തിൻ്റെ പ്രോപ്പർട്ടി ഏതാണെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്യുവർ വാട്ടറിൻ്റെ? സൊല്യൂഷൻ ആണോ, യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണോ, ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ് ആണോ, ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ആണോ? എന്താണ് പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് അല്ലേ, എല്ലാ ഇതും ലയിക്കുന്നതാണ് എന്തിൽ നിന്ന് വന്നത്? പ്യുവർ വാട്ടറിൽ നിന്ന് വന്നത്. അപ്പം യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണ് എന്തറിയപ്പെടുന്നത്? പ്യുവർ വാട്ടർ അറിയപ്പെടുന്നത്. നോക്കൂ മക്കളെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചർ. താഴെ കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയാണ്? കാറ്, എയറോപ്ലെയിൻ, പിന്നെ എന്താണ്? ഫയർവുഡ് സ്റ്റൗവ്. ഈ 3 പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫ്യുവൽ യൂസ് ഇൻ ഈച്ച് ഓഫ് ദ എബോവ് സിറ്റുവേഷൻ. മൂളി പറഞ്ഞിരിക്കുന്ന ഓരോന്നിലും എന്തൊക്കെ ഫ്യുവൽസാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം കാറിൽ എന്താ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാവുന്നതാണ്. കാറിൽ എന്താ യൂസ് ചെയ്യുക? നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ എന്താ അടിക്കുക കാറിൽ? പെട്രോൾ അല്ലേ. ഓക്കെ, കാറിൽ യൂസ് ചെയ്യുന്ന ഫ്യുവല് പെട്രോള്. ഇപ്പോൾ എയറോപ്ലെയിനിൽ എന്ത് ഫ്യുവലാണ് യൂസ് ചെയ്യുന്നത്? ജെറ്റ് ഫ്യുവൽ. എന്താണ്? ജെറ്റ് ഫ്യുവലാണ് യൂസ് ചെയ്യുന്നത്. ജെറ്റ് ഫ്യുവൽ. പിന്നെ ഫയർവുഡ് സ്റ്റൗവിൽ എന്താണ്? ഫയർവുഡ് ആണ് അല്ലേ. ഫയർവുഡ് വിറക് വെച്ചിട്ടാണ് അല്ലേ ഫയർവുഡ്. അപ്പോൾ കാറിൽ പെട്രോളാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്, എയറോപ്ലെയിനിൽ ജെറ്റ് ഫ്യൂവലാണ്, ഫയർവുഡ് സ്റ്റൗവിൽ ഫയർവുഡാണ്. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി വിച്ച് ഗേഷ്യസ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ടു റൺ വെഹിക്കിൾ? വിച്ച് ഗേഷ്യസ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ടു റൺ വെഹിക്കിൾസ്? ഏതാണ്? ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. സി ഫൈൻഡ് ദ ഓഡ് വൺ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൾ, പെട്രോൾ, ഡീസൽ, കെറോസിൻ. ഏതാണ്? കോൾ അല്ലേ. ഇറ്റ് ഈസ് എ സോളിഡ് ഫ്യൂവൽ അല്ലേ. അതെന്തുകൊണ്ടാണ്? ഇത് സോളിഡ് ഫ്യൂവലാണ്. ഇറ്റ് ഈസ് എ സോളിഡ് ഫ്യൂവൽ. ബാക്കിയെല്ലാം എന്താണ്? ബാക്കി പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ എന്താണ്? ലിക്വിഡ് ഫ്യൂവലാണ്. ബാക്കിയെല്ലാം ലിക്വിഡ്. കോൾ എന്താണ്? സോളിഡ് ഫ്യൂവലാണ് അല്ലേ, കരിയാണ് അല്ലേ, സോളിഡ് ഫ്യൂവലാണ്. ബാക്കിയൊക്കെ എന്താണ്? പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ ലിക്വിഡ് ഫ്യൂവലാണ്. ഇനി വി ഗെറ്റ് എനർജി ഫ്രം ഫ്യൂവൽസ് വെൻ ദേ ബേൺ. ഹൗ ഈസ് എനർജി ഫോംഡ് വെൻ സബ്സ്റ്റൻസസ് ബേൺ? വി ഗെറ്റ് എനർജി ഫ്രം ഫ്യൂവൽസ് വെൻ ദേ ബേൺ. എന്താണ്? കത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും? എനർജി കിട്ടും. ഫ്യൂവൽസ് കത്തുമ്പോൾ എനർജി. ഹൗ ഈസ് എനർജി ഫോംഡ് വെൻ സബ്സ്റ്റൻസ് ബേൺ? എങ്ങനെയാണ് നോക്ക്. ഫ്യൂവൽസിന് എന്താണ് കത്തുന്നതിന്? ഫ്യൂവൽസ് നീഡ് ഓക്സിജൻ. ഫ്യൂവൽസിന് എന്താ ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട് ടു ബേൺ, കത്താൻ അല്ലേ, ടു ബേൺ. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? റിയാക്ട് വിത്ത് ദ ഫ്യൂവൽസ്. ഫ്യൂവലുമായി റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫ്യൂവൽസ് ആൻഡ് ലിബറേറ്റ് എനർജി. അപ്പോൾ ഫ്യൂവൽസിന് എന്ത് ആവശ്യമുണ്ട്? കത്താൻ വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമുണ്ട്. ഈ ഓക്സിജൻ എന്താണ്? നമ്മുടെ ഫ്യൂവലുമായി റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? എനർജീനെ ലിബറേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. മക്കൾ നന്നായി പഠിക്കുക, നന്നായി എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. See you again. Thank you.